എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 60 ശ്ലോകം 52, 53, 54, 55, 56, 57, 58 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. 60-ാം അധ്യായം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഭഗവാന്റെ രുക്മിണീദേവിയുടെയും കൂടെയുള്ള ഒരു നർമ്മ സല്ലാപം, അങ്ങനെ ഒരു കലഹം. ഭഗവാൻ തന്നെ അത് രുക്മിണിയുടെ ചെറിയൊരു അഹങ്കാരം തീർക്കാനും, പിന്നെ ദേവിയുടെ അതിസുന്ദരിയായിട്ടുള്ള രുക്മിണി ദേവിയുടെ ആ മുഖത്തിന്റെ സൗന്ദര്യം ഇരട്ടിക്കണത് അതൊക്കെ ഒന്ന് കണ്ട് ആ ഗൃഹസ്ഥാശ്രമികൾ അനുഭവിക്കുന്ന ഒരു സുഖം അതൊന്ന് അനുഭവിക്കണം. അത്രേ ഉള്ളൂ. അതൊരു രസത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഈ അധ്യായത്തിനെ പറ്റിയിട്ട് ആചാര്യന്മാര് പറയാറുണ്ട്. കൊട്ടിയൂർ അമ്പലത്തില് പൂന്താനം ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കും എല്ലാ ദിവസവും. മഹാദേവന് ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ ഭാഗവതം, ശ്രീ പാർവതീ ദേവിക്കും അതുപോലെ രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഭഗവാന്റെ കഥകൾ കേൾക്കുക. അതില് ഏറ്റവും ഇഷ്ടം ഈ കർഹിജൽ അധ്യായമാണ്. എന്ന് വെച്ചാൽ അത് എങ്ങനെ അത് മനസ്സിലായെന്ന് വെച്ചാൽ, പൂന്താനം വായിച്ചിട്ട് അടയാളം വെച്ചിട്ട് തിരിച്ചു പോരുന്നു. കർഹിജൽ അധ്യായം വായിച്ചു കഴിഞ്ഞ് പിന്നത്തെ അധ്യായത്തില് വായിക്കാനായിട്ട് അടയാളം വെച്ചിട്ട് തിരിച്ചു പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുസ്തകം എടുത്തില്ല, അത് എടുത്ത് വെച്ചില്ല, അത് അവിടെ തന്നെ വെച്ചേ ഉള്ളൂ. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് പൂന്താനം തിരിച്ചു ചെന്നപ്പോ അവിടുന്ന് ഇങ്ങനെ കേൾക്കാണ്ടത്രേ കർഹിജൽ അധ്യായം ഇങ്ങനെ വായിക്കുന്നു. ഈ അധ്യായം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. മഹാദേവൻ എന്റെ ശബ്ദമാണ്. നോക്കുമ്പോ ഒളിച്ചു നിന്ന് നോക്കിയപ്പോ എന്താ, മഹാദേവൻ ഇങ്ങനെ വായിച്ചു കൊടുക്കണു. ശ്രീ പാർവതി ദേവി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ദേവി പറഞ്ഞു എന്നാണ്, അതൊന്നും കൂടി വായിക്കും. അപ്പൊ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറയണ അവിടെ, അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേവി കേട്ടോ, ആസ്വദിച്ചു കഴിഞ്ഞു. വായിച്ചു കഴിഞ്ഞപ്പോ ചോദിച്ചു, നന്നായോ ഞാൻ വായിച്ചത് ചോദിച്ചു ഇത്രേ മഹാദേവൻ. അപ്പൊ നന്നാവൊക്കെ ചെയ്തു, പക്ഷെ പൂന്താനം വായിക്കണ പോലെ അങ്ങോട്ട് ആയില്ല. അങ്ങോട്ട് കേട്ടു പൂന്താനത്തിനുണ്ടായ ഒരു സന്തോഷം എത്രയാന്ന് പറയാനില്ല. അങ്ങനെ അപ്പൊ അവർക്ക് കൂടി, മഹാദേവനും പാർവതീ ദേവിക്കും കൂടി ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. എല്ലാ ദിവസവും അങ്ങനെയാണ് അത്ര. അതിങ്ങനെ എന്തുകൊണ്ടാ അതിങ്ങനെ എന്നുള്ളത് പൂന്താനത്തിന് മനസ്സിലായിരുന്നില്ല. ഇത് ഇന്നലെ വായിച്ചതല്ലേ, പിന്നെ വായിക്കാം. എപ്പോഴും ആ അടയാളം വെക്കണത് ആ കർഹിജൽ അധ്യായത്തിൽ തന്നെ പിന്നെയും വരും. അപ്പോഴാണ് പൂന്താനത്തിന് അതിന്റെ രഹസ്യം മനസ്സിലായതെന്ന് പറയും. അങ്ങനെ അപ്പൊ അത്രയും വിശേഷപ്പെട്ട ഒരു അധ്യായമാണ് ഈ കർഹിജൽ അധ്യായം. ശുക്ലാം വരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 52. മാം പ്രാപ്യമാനിന്യപവർഗസമ്പദം വാഞ്ചന്തി യേ സമ്പദൈവ സൽപദിം തേ മന്ദഭാഗ്യ നിരയേ നൃണാം മാത്രാത്മകത്വാൻ നിരയ സുസംഗമ. ഭഗവാൻ പറയണു, ഹേ മാനിനി, പരമാനന്ദ സ്വരൂപമായ മോക്ഷം നൽകാൻ സമർത്ഥനും സമ്പത്തിന്റെ നാഥനും ആയിരിക്കുന്ന എന്നെ സിദ്ധിച്ചിട്ടും യാതൊരുത്തർ മോക്ഷം ആഗ്രഹിക്കുന്നില്ലയോ? നിസാരങ്ങളായ ഐശ്വര്യങ്ങളും തുച്ഛസുഖങ്ങളെ മാത്രം ആഗ്രഹിക്കുന്നുവോ? അവര് ഭാഗ്യഹീനന്മാരാണ്. മനുഷ്യര് പ്രപഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണ്. വിഷയസുഖങ്ങളും അതെ, പഞ്ചതന്മാത്രകളായ ശബ്ദസ്പർശാദി സ്വരൂപങ്ങളാണ്. പന്നി മുതലായിട്ടുള്ള ആ മൃഗങ്ങള്, അവർക്കും ഈ വിഷയസുഖം സുലഭമാണ്.
ഉത്കൃഷ്ടമായിരിക്കുന്ന മനുഷ്യജന്മം സിദ്ധിച്ചിട്ടും ഈ വിഷയസുഖങ്ങളെ തന്നെ അനുഭവിച്ചുകൊണ്ട് ഈ സുഖം തന്നെയാണ്, വിഷയസുഖം തന്നെയാണ് ഏറ്റവും നല്ല സുഖം എന്ന് വിചാരിച്ച് അതിൽ തന്നെ മുഴുകിയിരിക്കുന്നവര് മായാമോഹിതരല്ലേ, ഭഗവാൻ തന്നെ പറയും. അതുകൊണ്ട് എന്നെ തന്നെ സർവോത്കൃഷ്ട സുഖസ്ഥാനമായി കരുതി സേവിക്കുന്ന നിന്നെ പോലെയുള്ളവര് തന്നെയാണ് മായാമോഹത്തിൽ നിന്ന് അതിക്രമിച്ച ധന്യർ. നീ ധന്യയാണ് എന്നാണ് ഭഗവാൻ രുക്മിണീദേവിയോട് പറയുന്നത്. നിന്നെ പോലെയുള്ള ആളുകളെല്ലാവരും ധന്യരാണ്. ദിഷ്ട്യാ ഗൃഹേശ്വര്യ സകൃന്മയി ത്വയാ കൃതാനുവൃത്തിർഭവമോചനേ ഖലൈ സുദുഷ്കരാസൗ സുതരാം ദുരാശിഷാ ഹി അസുംഭരായ നികൃതിഞ്ജുഷസ്ത്രിയാ. ഹേ ഗൃഹനായികെ, ഐഹിക ഭോഗാശയത്തോടു കൂടാതെ എന്നില് നിരന്തരം പരമപ്രേമം വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സംസാര ബന്ധമൊന്നും ഇനി നിനക്ക് ഉണ്ടാവില്ല. ദുർവിഷയങ്ങളില് ആഗ്രഹം അധികരിച്ചും ആ വിഷയസുഖത്തിൽ മാത്രം അങ്ങനെ മുങ്ങി ആ ഇന്ദ്രിയസുഖം മാത്രം സർവദാ കാക്ഷിച്ചും കൊണ്ട് അതിനുവേണ്ടി അന്യന്മാരെയൊക്കെ വഞ്ചിച്ച് ദുഷ്കർമ്മങ്ങള് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇങ്ങനെ നിഷ്കാമ ഭക്തി ഉണ്ടാവില്ല. നത്വാദൃശീം പ്രണയിനീം ഗൃഹിണീം ഗൃഹേഷു പശ്യാമി മാനിനിയയാ സ്വവിവാഹകാലേ പ്രാപ്താൻ നൃപാൻ അവിഗണയ്യ രഘോഭരോ മേ പ്രസ്ഥാപിതോ ദ്വിജൗപശ്രുത സൽക്കഥസ്യ. മാനിനി പറയണു, ഹേ മാന്യശീലെ എന്നാണ് വിളിക്കുന്നത്. എന്ന് മാത്രല്ല, നിഷ്കാമകളും പ്രേമത്താൽ എന്നെ അനുസരിക്കുന്നവരുമായിട്ട് അനേകം പേരുണ്ട്. എങ്കിലും നിനക്ക് സദൃശയായിട്ട് ആരും തന്നെ ഇല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ രുക്മിണിയുടെ ആ ഭക്തിയെ ഭഗവാൻ അഭിനന്ദിച്ചുകൊണ്ട് പറയണം. ഭഗവാൻ പറയണു, ഹേ പരമപ്രേമവതി, നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എത്രയോ രാജാക്കന്മാര് വന്നു. അവരെ ഒന്നും ഒട്ടും ആദരിക്കാതെ എന്റെ അരികത്തേക്ക് വിശ്വസ്ത ദൂതനെ അയച്ച നിന്നെ പോലെ അത്ര ഭക്തിയും പ്രേമവും ഉള്ള മറ്റൊരുത്തി എന്നെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇല്ല. അത് നിശ്ചയം തന്നെയാണ്. അതിനു മുമ്പ് നീ എന്നെ കണ്ടിട്ടും കൂടിയില്ല. എന്റെ കഥ കേട്ടപ്പോ തന്നെ നിനക്ക് എന്നില് പരമവിശ്വാസം ഉണ്ടായി. ഇങ്ങനെ ഐഹിക ഭോഗാസക്തിയില്ലാത്ത പരമപാവന ചരിത്രയായിരിക്കുന്നതിനാൽ നീ തന്നെയാണ് ഏറ്റവും എനിക്ക് അനുരൂപയായ പത്നി, എന്റെ ഗൃഹേശ്വരി. സർവഥാ പട്ടമഹിഷി സ്ഥാനം രുക്മിണിക്ക് തന്നെയാണ് എന്നാണ് ഭഗവാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. ഉറപ്പിച്ചു പറയാണ്. പിന്നെ ഇതാ പറയണു, ഭ്രാതുർവിരൂപകരണം യുധി നിർജിതസ്യ പ്രോദ്വാഹപരൂവണി ച തദ്വധമ അക്ഷഗോഷ്ഠ്യാം ദുഃഖം സമുത്തമസഹോസ്മദയോഗഭീത്യാ നൈവാബ്രവീ കിമപി തേന വയം ജിതാസ്തേ. നിന്നെ ഞാൻ അപഹരിച്ചുകൊണ്ട് വരുമ്പോ യുദ്ധത്തിനായിട്ട് വന്ന നിന്റെ സഹോദരനായിട്ടുള്ള രുക്മിണിയെ ഞാൻ വിരൂപനാക്കി. പിന്നെ അനിരുദ്ധന്റെ വിവാഹ സമയത്തില് ചൂതു കളിച്ചുകൊണ്ടിരുന്ന സഭയിൽ വെച്ച് എന്റെ ജ്യേഷ്ഠൻ ആ രുക്മിയെ വധിച്ചു. ആ സമയത്ത് ഒന്നും മിണ്ടാതെ നിനക്ക് എത്ര ദുഃഖം ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ വിയോഗ ദുഃഖം സഹിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം നിമിത്തം ഒരു വാക്കുപോലും വിരോധമായിട്ട് പറഞ്ഞില്ല. ഇങ്ങനെയുള്ള നിന്റെ ആ സഹനശക്തിയാലും സ്നേഹാധിക്യത്താലും ഞാൻ മാത്രമല്ല കേട്ടോ രുക്മിണി, എന്റെ ഏട്ടൻ, അമ്മ, അച്ഛൻ എല്ലാവരും നിന്നെ ഏറ്റവും അഭിനന്ദിച്ച് സംസാരിക്കാറുണ്ട്. എല്ലാവർക്കും നിന്നെ ബഹുമാനായി നിന്റെ സ്വഭാവ ഗുണം കണ്ടിട്ട് പറയണം. ദൂതസ്ത്വയാത്മലഭനെ സുവിവിക്തമന്ത്ര പ്രസ്ഥാപിതോ മയി ചിരായതി ശൂന്യമേതൽ മത്വാജിഹാസ ഇതമംഗമനന്യയോഗ്യം തിഷ്ഠേത തത്വൈ വയം പ്രതിനന്ദയാമ. ഭഗവാൻ വിളിക്കണു, ഹേ സ്ത്രീരത്നമേ എന്നാ വിളിക്കണത്. എന്നെ ലഭിക്കണമെന്ന് അത്രമാത്രം നീ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. കല്യാണ മുഹൂർത്തം അടുത്തു, എന്നിട്ടും ഞാൻ എത്തിയില്ല. അപ്പോ
നീ വളരെ ഉത്കണ്ഠവതിയായിട്ട് അങ്ങ് വരാതിരുന്നാൽ ഈ ശരീരം മറ്റൊരുവനെ തൊടാൻ പോലും കൊടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. അങ്ങേ കൂടാതെ ഇരിക്കുന്ന പക്ഷം ഈ ലോകം ശൂന്യമാണ്. അതുകൊണ്ട് അങ്ങ് വന്നില്ലെങ്കിൽ ഞാൻ ഈ ശരീരത്തെ നിശ്ചയമായും ഉപേക്ഷിക്കും എന്നുള്ള ദൃഢനിശ്ചയം എന്നെ അറിയിക്കാനായിട്ട് വിശ്വസ്തനായ ദൂതനെ നീ അയച്ചില്ലേ? നിനക്ക് എന്നിലുള്ള ആ പരമപ്രേമം ഉണ്ടല്ലോ, അതിന് തക്ക പ്രതിഫലം ചെയ്യാൻ എനിക്ക് ഇതേവരെ സാധിച്ചിട്ടില്ല, സാധിക്കൂല എന്ന് പറയാ ഭഗവാൻ. നിന്റെ ഇങ്ങനെയുള്ള ആ പരിശുദ്ധമായ സ്നേഹത്തെ കുറിച്ച് ഞങ്ങള് അഭിനന്ദിക്കുക മാത്രല്ലാതെ അതിനുചിതമായ പ്രവൃത്തി കൊണ്ട് നിനക്ക് പ്രതിഫലം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഭഗവാൻ തുറന്നു എന്നോട് പറയാണ്. ശ്രീ ശുക ഉവാച ഏവം സൗരദസല്ലാപേ ഭഗവാൻ ജഗദീശ്വര സ്വരത്തോരമയാരേമേ നരലോകം പിടംബയൻ. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഇങ്ങനെ സുരത സുഖോചിതങ്ങളായ സല്ലാപങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ലക്ഷ്മി ദേവിയുടെ അവതാരമായ ശ്രീ രുക്മിണി ദേവിയോടുകൂടി രമിച്ചു. മനുഷ്യ സാധാരണമായിരിക്കുന്ന ഈ പ്രവൃത്തി ഭഗവാൻ എന്താ ഇത്? ഭഗവാൻ ഇങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഭഗവാൻ ജീവിക്കണത് അത് ഉചിതാണോ എന്ന് ആരും ശങ്കിക്കരുത് പറയാണ്. സ്വതസ്വരൂപാനന്ദത്താൽ നിമഗ്നനായിരിക്കുന്നവനാണ് ഭഗവാൻ. ഈ പ്രവൃത്തി കേവലം മനുഷ്യനാട്യത്തെ അനുസരിച്ച് കാട്ടുന്നത് മാത്രമല്ലാതെ പരമാർത്ഥത്തിൽ ഭഗവാൻ സുരതാസക്തി ഉള്ളവനല്ല. നാട്യം കൊണ്ട് മാത്രമായിട്ടെങ്കിലും ഇങ്ങനെ കാണിക്കണു എന്ന് മാത്രം. ജഗദീശ്വരന് സാധ്യമല്ലാത്ത യാതൊന്നുമില്ല. അതുകൊണ്ട് സ്വരൂപ വിഭ്രംശം വരുത്താതെ മനുഷ്യനാട്യം അംഗീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ എന്തും സാധിക്കൂലോ. ഈശ്വരന് സാധിക്കാത്തത് എന്താ ഉള്ളത്? തന്റെ സത്യാവസ്ഥ മറക്കാതെ നടന്മാര് വേഷം കിട്ടണില്ലേ, അതുപോലെ ഭഗവാൻ ഒരു വേഷം കെട്ടി ആടുന്നു, അത്രയേ ഉള്ളൂ. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്ന് ശ്രീ ശുകബ്രഹ്മർഷി പറയുന്നു. തഥാ അന്യാസാമപി വിഭു ഗൃഹേഷു ഗൃഹവാനിവ ആസ്ഥിതോ ഗൃഹമേധിയാൻ ധർമാൻ ലോകഗുരുർ ഹരി. എങ്ങും നിറഞ്ഞിരിക്കുന്ന പരിപൂർണ അനന്ത സ്വരൂപനായ ഭഗവാൻ ശ്രീഹരി ലോകത്തിലെ ആശ്രമധർമ്മങ്ങളെ അഭ്യസിപ്പിക്കുന്ന ഗുരുനാഥന്റെ പോലെ ഗൃഹസ്ഥാശ്രമത്തിൽ ഉചിതങ്ങളായിരിക്കുന്ന ഇങ്ങനെയുള്ള ധർമ്മങ്ങൾ മറ്റുള്ള ഭാര്യമാരുടെ ഗൃഹങ്ങളിലും വസിക്കുന്നവനായിട്ട്, ദേവിയുടെ ഗൃഹത്തിൽ മാത്രമല്ല എല്ലാ ഭാര്യമാരുടെ ഗൃഹങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സാധാരണ ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ അങ്ങനെ അംഗീകരിച്ച് ജീവിച്ചു. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രീകൃഷ്ണ രുക്മിണീ സംവാദോ നാമ ഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഈ 60-ാമത്തെ അധ്യായം രുക്മിണീ വല്ലഭനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദപത്മങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.